സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ NIOSന് സോഷ്യോളജിയിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. സെക്ഷൻ ബിയിൽ വരുന്ന 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഇവിടെ ഇന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. വാട്ട് ഈസ് ഇമ്പെറിക്കൽ മെത്തേഡ് റെഫർ ടു? ഇമ്പെറിക്കൽ മെത്തേഡ് റെഫർ ടു ദ കളക്ഷൻ ഓഫ് ഡേറ്റ ഫ്രം ദി ഫീൽഡിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് എംപെറിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ടെക്നിക്സ് യൂസ്ഡ് ഇൻ ദിസ് മെത്തേഡ് ആർ ഒബ്സർവേഷൻ, സർവേ എന്നീ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ഫീൽഡിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് എംപെറിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി എക്സ്പ്ലെയിൻ ദ ടേം കിബുട്സ് എന്നാൽ എന്ത്, അത് എക്സ്പ്ലെയിൻ ചെയ്യുക. കിബുട്സ് എന്ന് പറഞ്ഞാൽ ഇസ്രയേലിലുള്ള ഒരു ഫാമിലി സിസ്റ്റമാണ്. ഇസ്രയേലിലുള്ളൊരു ഫാമിലി സിസ്റ്റമാണ്. ഒരു യുണീക്ക് ഫാമിലി സിസ്റ്റം ഇൻ ഇസ്രയേൽ. ഇൻ ദിസ് ഫാമിലി സിസ്റ്റം ദ ഫാമിലീസ് വിച്ച് കോപ്പറേറ്റ് ഇൻ റേസിംഗ് ദ ചിൽഡ്രൻ, കുട്ടികളെ വളർത്തിയെടുക്കാൻ കുറേ ഫാമിലീസ് കോപ്പറേറ്റ് ചെയ്യുന്നൊരു സംവിധാനമാണ് കിബുട്സ്. ചിൽഡ്രൻ ഡിസൈഡ് ഇൻ ചൈൽഡ് ഹോംസ്, ചിൽഡ്രൻ ഹോം. ഇവിടെ കുട്ടികൾ ചിൽഡ്രൻ ഹോമിലാണ് താമസിക്കുന്നത്. അവിടെ വെച്ച് മാതാപിതാക്കളല്ല കുട്ടികളെ നോക്കുന്നവരെ കുട്ടികൾക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഒരു കുടുംബ സംവിധാനമാണ് കിബുട്സ്. ഇനി വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ നിയോലോക്കൽ ഫാമിലി? നിയോലോക്കൽ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ ന്യൂലി വെഡഡ് കപ്പിൾ സെറ്റ്സ് അപ്പ് എ ന്യൂ ഹോം ഇൻഡിപെൻഡൻറ്റ് ഐദർ ദ പേരൻസ് സച്ച് ഫാമിലീസ് നോൺ ആസ് നിയോലോക്കൽ ഫാമിലി. അതായത് പുതുതായി കല്യാണം കഴിയുന്ന നവദമ്പതികൾ രണ്ടുപേരുടെയും പേരൻസിൻ്റെ യാതൊരു സപ്പോർട്ടും ഇല്ലാതെ സ്വന്തമായിട്ട് ജീവിക്കുന്ന ഫാമിലിയാണ് നിയോ ലോക്കൽ ഫാമിലി എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ? സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ മീൻസ് ഡിവിഷൻ ഓഫ് ദ സൊസൈറ്റി ഇൻറ്റു സ്ട്രാറ്റ മീൻസ് സ്റ്റെപ്സ്. സൊസൈറ്റിയെ സ്റ്റെപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ദോസ് ഓക്യുപ്പൈങ് ഹയർ പൊസിഷൻസ് ആർ മോർ പ്രിവിലേജ്ഡ്. സമൂഹത്തിൽ ഉയർന്ന ആളുകൾക്ക് ഉയർന്ന സ്ഥാനവും ദോസ് ഓക്യുപ്പൈ ലോവർ പൊസിഷൻസ് ആർ അറ്റ് ലോവർ സ്റ്റേറ്റ്. താഴ്ന്ന സ്ഥിതിയുള്ളവർക്ക് താഴ്ന്ന സ്ഥാനവും ഉയർന്ന സ്ഥിതിയുള്ളവർക്ക് ഉയർന്ന സ്ഥാനവും കൽപ്പിച്ച് നൽകുന്ന സംവിധാനമാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. ഇനി വാട്ട് ഈസ് കൺഫേമിറ്റി? കൺഫേമിറ്റി മീൻസ് ഡൂയിങ് സംതിങ് ഇൻ ഓർഡർ ടു ബിക്കം എ പാർട്ട് ഓഫ് ദി ഗ്രൂപ്പിൻ്റെ ഒരു ഭാഗമാകാൻ വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിനെയാണ് കൺഫേമിറ്റി എന്ന് പറയുന്നത്. ഹാബിറ്റിലൂടെ നമുക്ക് അക്വയർ ചെയ്യാം. ഇതിൻ്റെ എക്സാമ്പിൾ സോഷ്യൽ ഇൻഫ്ലുവൻസ്, പിയർ പ്രഷർ. പിയർ ഗ്രൂപ്പിനെയൊക്കെ നമ്മുടെ കൺട്രോൾ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താനുള്ള കഴിവിനാണ് കൺഫേമിറ്റി എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് ഇവല്യൂഷണറി തിയറി? സോഷ്യൽ ചേഞ്ചിന് കുറേ തിയറീസ് ഉണ്ട്. അതിൽ ഇവല്യൂഷണറി തിയറി എന്താണെന്നാണ് ചോദ്യം. ദിസ് തിയറി ഫേവേഴ്സ് ദ നോഷൻ ദാറ്റ് ന്യൂ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് ഈസ് മോർ അഡ്വാൻസ്ഡ് ദാൻ ദി വൺ ബിഫോർ. പുതിയതായിട്ട് വരുന്ന കാര്യങ്ങളും പഴയതിനേക്കാൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആണെന്ന് കാണിക്കുന്ന തിയറിയാണ് ഇവല്യൂഷണറി തിയറി. ഇനി അതായത് പുതുമകളാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോ കാര്യത്തിലും അഡ്വാൻസ്മെൻറ്റ് വരും അല്ലെങ്കിൽ പുതുമകൾ വരുന്ന തിയറിയാണ് എവല്യൂഷണറി തിയറി. ഇനി വാട്ട് ആർ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ഷെഡ്യൂൾഡ് കാസ്റ്റ്? ഷെഡ്യൂൾഡ് കാസ്റ്റ് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം? ഇപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ കാസ്റ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ എ പർട്ടിക്കുലർ ഷെഡ്യൂൾ. അങ്ങനെയുള്ള കാസ്റ്റാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഗവൺമെൻറ് ഒരു പ്രത്യേക കാസ്റ്റിനെ ഒരു പ്രത്യേക ഷെഡ്യൂളിനുള്ളിൽ ഉൾപ്പെടുത്തിയിട്ട് കാണാം. അങ്ങനെ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാസ്റ്റുകളെയാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അവർ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. ഒന്ന് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മയാണ് ഒന്നാമത്തേത്. അത് ഇപ്പോഴല്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ഷെഡ്യൂൾ കാസ്റ്റ് നേരിടുന്ന പ്രശ്നങ്ങളാണ്. ഇനി നോ ഫിസിക്കൽ കോണ്ടാക്റ്റ്. അപ്പോൾ അൺടച്ചബിലിറ്റി വരുന്നതാണ്. അവരെ സവർണർക്ക് അവർണരുടെ അടുത്തെത്താനുള്ള അല്ലെങ്കിൽ അവർണർക്ക് സവർണരുടെ അടുത്തെത്താനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. ദെൻ പ്രൊഹിബിഷൻ ടു എൻ്റർ ടെമ്പിൾ. അമ്പലത്തിലൊന്നും കയറാൻ അവർക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. ഒന്നാമത്തെ അൺടച്ചബിലിറ്റിക്ക് അതിന് 2 പോയിൻ്റായിട്ട് എഴുതുക. ഇനി പ്രോബ്ലം ഓഫ് പ്രോപ്പർട്ടി. അവരെപ്പോഴും ദാരിദ്ര്യത്തിലാണ്, കാരണം അവർക്ക് ഇൻകം കുറവാണ്. ലാൻഡ്ലെസ്നെസ് ആണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഭൂമിയില്ല. ദെൻ എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ്, അവർക്ക്
സാമ്പത്തികമായി അവരല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം, വിദ്യാഭ്യാസമായി പിന്നോക്കം. ഇനി ഇൻഡപ്റ്റഡ്നെസ്, എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യണമെങ്കിൽ അവരെപ്പോഴും കടം വാങ്ങണം, എന്നിട്ട് ആ കടത്തിലാണ് അവരെപ്പോഴും ജീവിക്കുന്നത്. ഇനി ബോണ്ടഡ് ലേബർ എന്ന് പറഞ്ഞാൽ നേരത്തെ പണം വാങ്ങും, എന്നിട്ട് അവർ ആരിൽ നിന്ന് ഏത് ജന്മിയിൽ നിന്നാണ് പണം വാങ്ങിയത് ആ ജന്മിക്ക് തന്നെ വേലയെടുക്കാൻ അവർ നിർബന്ധിതരാകും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അവർക്ക് സപ്പോർട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടത്തില്ല. എന്ന് പറഞ്ഞാൽ നേരത്തെ പണം കൈപ്പറ്റിപ്പോയതുകൊണ്ട് പണമില്ലാതെ അല്ലെങ്കിൽ പ്രതിഫലമില്ലാതെ ജോലി ചെയ്യേണ്ടിയിരുന്നു. ഇനി ലോ ഹെൽത്ത്, വരുമാനത്തിൻ്റെ കുറവ് കാരണം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്സ് ഒന്നും കഴിക്കാനുള്ള സംവിധാനം അവർക്കില്ല. അങ്ങനെ അവരുടെ ഇൽ ഹെൽത്ത്, എപ്പോഴും അസുഖത്തിലാണ് അവർ. ഇതാണ് ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ. ഏതെങ്കിലും ഒരു പ്രോബ്ലം വരും. ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ പ്രശ്നമുള്ള ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ, അതല്ലെങ്കിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും, അല്ലെങ്കിൽ അർബൻ പ്രോബ്ലംസ്, അങ്ങനെ ഏതെങ്കിലും ഒരു പ്രോബ്ലം പരീക്ഷയ്ക്കും തീർച്ചയായിട്ടും ചോദിക്കും. ഇതുകൊണ്ട് 2 മാർക്കിൻ്റെ ഇപ്പോൾ 2 ചോദിച്ചിട്ടുണ്ട്. ഷെഡ്യൂൾഡ് പ്രോബ്ലംസ്, ഷെഡ്യൂൾഡ് ട്രൈബ്, പ്രോബ്ലംസ് ഷെഡ്യൂൾഡ് കാസ്റ്റ്. ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, ഓർട്ട് ചോദിച്ചിരിക്കുന്ന കാരണം. ഇനി ഷെഡ്യൂൾഡ് ട്രൈബുകളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ഷെഡ്യൂൾഡ് ട്രൈബ്സ്? സോ ലാൻഡ് ഏലിയനേഷനാണ് ഒന്നാമത്തെ. ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ ഒന്നാമത്തെ പ്രോബ്ലം ലാൻഡ് ഏലിയനേഷൻ എന്ന് പറഞ്ഞാൽ അവരെ കുടിയൊഴിക്കലാണ് അവർ നേരിടുന്ന ഒന്നാമത്തെ പ്രശ്നം. ഇനി സെക്കൻഡ് പ്രോബ്ലം ഈസ് ഇൻഡപ്റ്റഡ്നെസ് ആൻഡ് ബോണ്ടഡ് ലേബർ. എപ്പോഴും അവർ കടത്തിൽ മുങ്ങിയിരിക്കും ഈ ഷെഡ്യൂൾഡ് ട്രൈബുകൾ. അതുപോലെ തന്നെ ബോണ്ടഡ് ലേബർ എന്ന് പറഞ്ഞാൽ നേരത്തെ ജന്മിയിൽ നിന്ന് പണം കടം വാങ്ങിയിട്ട് ആ കടം തീർക്കാനായിട്ട് എപ്പോഴും ജോലി എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അന്നന്ന് ചെയ്യുന്ന ജോലിക്ക് അന്നന്ന് കൂലി കിട്ടുന്നില്ല. പിന്നെ അങ്ങനെ വന്നു കഴിയുമ്പോൾ അവരെന്നും ദാരിദ്ര്യത്തിലായിരിക്കും. അങ്ങനെ വരുമ്പോൾ പ്രോബ്ലം ഓഫ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, ലോ ഹെൽത്ത് ആയിരിക്കും. അതുപോലെ തന്നെ മാൽന്യൂട്രീഷൻ ഇവരുടെ ഒരു പ്രധാന പ്രോബ്ലമാണ്. ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കാട്ടിലാണ് ഇവർ ജീവിക്കുന്നത്, അല്ലെങ്കിൽ വനാന്തരങ്ങളിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നാട്ടിലുള്ളവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി കുറവാണ്. കാരണം അവർക്ക് അവരുടേതായ ഒരു പ്രത്യേക ഭാഷയൊക്കെ ഉണ്ടാകും. ലിപി ഇല്ലാത്ത ഭാഷയാണ് അവർ. അതനുസരിച്ചായിരിക്കും അവർക്ക് പെരുമാറുന്നത്. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ കുറവാണ്. ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ. ഇവർക്ക് സ്കൂളുകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അത്തരം സ്കൂളുകളുടെ പ്രയോജനമൊന്നും എടുക്കാൻ ഈ ട്രൈബുകൾക്ക് കഴിയുന്നില്ല. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ട്രൈബുകളെ അവരുടെ വനനശീകരണം സംഭവിക്കുമ്പോൾ അവർ വീണ്ടും ഉൾവനങ്ങളിലേക്ക് പോകുന്നത്രയാണ് ട്രൈബുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. പിന്നെ ഇനി ബാക്കി പാർട്ടുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇത് പരീക്ഷ അടുത്ത ദിവസമാണ്, അതുകൊണ്ട് ഇത് കേട്ട് പഠിച്ചതിൻ്റെ പ്രയോജനം എടുക്കുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ് നമുക്ക് കാണാം. താങ്ക് യു.